യെസ്, അങ്ങനെ കാത്തിരുന്ന് +2 റിസൾട്ട് വരാനായി അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾ എല്ലാവരും ടെൻഷനാണ്. എത്ര തന്നെ റിസൾട്ട് വന്ന് എത്ര തന്നെ എക്സാം എഴുതിയും നമ്മൾ ഇതിലും വലിയ 10ാം ക്ലാസ് എഴുതി എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ 10ാം ക്ലാസ് പോലെ ആയിരുന്നു നമ്മുടെ +2. നിങ്ങൾക്കറിയാലോ 10ാം ക്ലാസ് പോലെ അല്ല. നമ്മളിപ്പോ ചിന്തിക്കുന്ന ഒരൊറ്റ ആൻസർ ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പോഴൊക്കെ 10ാം ക്ലാസ് ഇങ്ങനെ കൈ കിട്ടണം, അടിച്ച് പരുത്തി കൊടുത്തിട്ടുണ്ടാവും, ഫുൾ A+ ഉറപ്പ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ താഴെയുള്ള ക്ലാസ് നോക്കും, +2 കഴിയുമ്പോൾ അതിന്റെ താഴെയുള്ള ക്ലാസ് നോക്കിയിട്ട് പറയും അവിടെ ആയാൽ മതിയായിരുന്നു, നന്നായിട്ട് പഠിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരിക്കൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരിക്കൽ പോലും ടെൻഷൻ അടിക്കണ്ട. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എടാ, നിങ്ങൾ ചിലപ്പോൾ 2-3 പേപ്പറിൽ തോറ്റുപോയിട്ടുണ്ടാവും. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സേ എക്സാം എഴുതാം. സേ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് അവർ ഇട്ട് തരാം. ഈസി ആയിട്ടായിരിക്കും നോക്കുന്നുണ്ടല്ലോ. ആരും നിങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കില്ലടാ. ഒരു വ്യക്തിയും ഒരു കുട്ടിയെ തോൽപ്പിക്കണം എന്നുള്ള മനോഭാവത്തിൽ പേപ്പർ നോക്കൂല, ജയിപ്പിക്കാൻ. പ്രത്യേകിച്ച് സേ എക്സാമിന്റെ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ എടുക്കണം. ഇനി ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിക്കാം, അപ്പോഴും ഓപ്ഷൻ ഉണ്ടാ, ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ എന്തിന് പേടിക്കണം നിങ്ങൾ? പിന്നെ ഡിഗ്രിന്റെ കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ, ഒരുപാട് കോളേജുകളിലും കാര്യങ്ങളിലൊക്കെ സീറ്റിന്റെ എണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ യാതൊരു ടെൻഷൻ വേണം. പിന്നെ എല്ലാവരും ചിലപ്പോൾ ഡിഗ്രി മേഖലയിലൊക്കെ തന്നെ പോകണമെന്നില്ല. ഒരുപാട് കോഴ്സുകൾ നമ്മുടെ കേരളത്തിലും പുറത്തുമായിട്ട് ഒരുപാട് കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിന്നിച്ചെതറി പോകുന്നതുകൊണ്ട് തന്നെ മക്കളുടെ പഠനം അവിടെ നിൽക്കൂല. ഈ രണ്ടാമത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് പറയുന്ന പറഞ്ഞാൽ, പല കുട്ടികളും മെസ്സേജ് അയച്ചിട്ടുള്ള എനിക്കൊരു കാര്യം, സാറേ +2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞിട്ടുള്ള പഠിക്കണ്ട, അടുത്ത വർഷം തന്നെ കല്യാണം നോക്കണം എന്നൊക്കെയാണ്. മക്കൾ, അതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പൊ നമുക്കും അനിയത്തിമാരും എല്ലാവരും ഉള്ളല്ലേ, നമ്മൾ വെറുതെ പേടിപ്പിക്കാനൊക്കെ പറയും. പിന്നെ പഠിച്ചില്ലെങ്കിൽ കെട്ടിച്ചു വിടുട്ടാ, അതേപോലെ പറഞ്ഞാടാ. നിങ്ങൾ യാതൊരുവിധ സങ്കടപ്പെടേണ്ടോ വേണ്ട. ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നിങ്ങൾ ഇപ്പൊ കാണേണ്ട റിസൾട്ടിനെ നേരിടാം. റിസൾട്ടിനെ നേരിട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റിസൾട്ട് എന്താണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് ആണെന്ന് വിചാരിക്കാം. നമുക്കൊരു ചാൻസ് കൂടി ഇംപ്രൂവ്മെന്റ് ഓർ സേ എക്സാം ഏതാണെങ്കിലും, നിങ്ങളിപ്പോൾ ഫെയിൽ ആണെങ്കിൽ എത്ര സബ്ജക്ട് ആണെങ്കിലും അതിനനുസരിച്ച് ഫീസ് അടച്ചാണ്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാം. നമ്മൾ അതിന്റെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുള്ള പ്രൊവൈഡ് ചെയ്യും. മക്കളെ നിങ്ങളെ ജയിപ്പിച്ചിട്ട് നമ്മൾ വിടുള്ളൂ. നിങ്ങളിപ്പോ ചെയ്യേണ്ട ടെൻഷനോ ഒന്നും വേണ്ട. അത് തോറ്റാൽ 6 വിഷയത്തിൽ തോറ്റു, പ്രശ്നമില്ലടാ. 6 വിഷയത്തിൽ തോറ്റാൽ എന്താ, നമ്മൾ ഈ നാളെ തന്നെ മരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ 6 വിഷയത്തിൽ തോറ്റു, എനിക്ക് ഇനി ഒരാഴ്ച എനിക്ക് ഉറക്കം കിട്ടൂല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്താ? സ്ലീപ്പിംഗ് ഹോർമോണിന് ഇതും കൂടി കണക്റ്റഡ് ആണ്. ഒന്നുകൊണ്ട് പേടിക്കണ്ടാ. എന്തിന് പേടിക്കണോ? ഈ 6A+ കിട്ടിയ ആൾക്കാരും 1ൽ A+ കിട്ടാത്തവരൊക്കെ ഭാവിയിൽ എവിടെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. ആർക്കും പ്രവചിക്കാൻ പറ്റില്ലടാ. നമ്മളൊക്കെ പ്രവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ജീവിക്കാനില്ല. അതായത് നാളെ എന്താവും നമുക്കറിയില്ല. ഈ 6A+ കിട്ടിയവൻ എവിടെ എത്തുന്നു, 1A+ കിട്ടാത്തവൻ എവിടെ എത്തുന്നു, ഒന്നും നമുക്കറിയില്ല. പിന്നെന്തിന് നമുക്ക് പേടിക്കണം മക്കളെ? ടെൻഷൻ, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല മക്കൾ. ഓക്കെ ആണല്ലോ? സെറ്റായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നോ ടെൻഷൻ, ഹാപ്പി, വേറെ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ സന്തോഷിച്ചാലും റിസൾട്ട് വരും, അല്ലെങ്കിൽ ദുഃഖിച്ചാലും റിസൾട്ട് വരും, ദുഃഖിച്ചിട്ടില്ലെങ്കിലും റിസൾട്ട് വരും. പിന്നെ എന്തിന് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണം? ഒരാവശ്യമില്ല. വെറുതെ സമയം പോക്കാൻ, വെറുതെ നമ്മുടെ നല്ല ആരോഗ്യം കൊണ്ട് കളയാം. സന്തോഷിച്ചിരിക്കുക, ഉഷാറാക്കുക. എന്തിനും ഏതിനും നമ്മൾ കൂടെയുണ്ട്. താങ്ക് യു.